ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്കറിയാം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ഫോർ അനലൈസിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഷോസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് ബിറ്റ്വീൻ ടു ഡേറ്റ്സ്. Movement of fund means sources of funds and application of funds. This statement tells us from where funds have come and where funds have gone. ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അതിനുവേണ്ടി തയ്യാറാക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ആർക്ക് വേണ്ടിയിട്ടാണ്? മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. ദാറ്റ് മീൻസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ സച്ച് എ വേ ആസ് ടു അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ് ഇൻ ദ creation of policies and day-to-day administration of a concern of an organization. എന്ന് വെച്ചാൽ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക? മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ നടക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും പോളിസീസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടും? ഇപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റായ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും നമുക്ക് അതിൻ്റെ നെറ്റ് റിസൾട്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത്ര രൂപ ഇൻകം ഉണ്ടെന്നും ഇത്ര രൂപ എക്സ്പെൻസ് ഉണ്ടെന്നും അതിൻ്റെ അറ്റാദായം എത്ര രൂപയാണെന്നുള്ള, അല്ലെങ്കിൽ ലോസ് ഇത്ര രൂപയാണെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. വേറെ ഇൻഫർമേഷനൊന്നുമില്ല. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റായ ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസ് ഷീറ്റിൽ ഇത്ര രൂപയുടെ അസറ്റ് ഉണ്ടെന്നും ഇത്ര രൂപയുടെ ലയബിലിറ്റി ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊരു ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിന് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻ തരുന്നൊരു അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അത് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അനലൈസ് ചെയ്യണം. അപ്പോൾ ദർ ആർ സർട്ടൺ ടൂൾസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ അനലൈസിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇതൊക്കെയാണ് നമ്മൾ പലതരത്തിലുള്ള ടൂളുകളാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂളുകളിൽ ഒരു ടൂളാണ് ഈ ഫണ്ട് ഫ്ലോ അനാലിസിസ്. അപ്പോൾ ഫണ്ട് ഫ്ലോ അനാലിസിസിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിക്കൊണ്ടാണ് നമ്മളതിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതിലേക്ക് വരികയാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിലെന്തൊക്കെയുണ്ടാവും? അതിൽ നമുക്ക് അതിൻ്റെ രണ്ട് ഫിനാൻഷ്യൽ ഡേറ്റുകളിലെ, രണ്ട് വ്യത്യസ്ത ഇയറുകളിലെ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പ്രത്യേക ഡേറ്റിലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണമെങ്കിൽ ആ വർഷത്തെയും അതിന് തൊട്ട് മുൻപത്തെ വർഷത്തെയും ബാലൻസ് ഷീറ്റ് നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ്. ഈ ബാലൻസ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളതിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് കാണിച്ചു. അപ്പോൾ എന്താണ് ഫണ്ട് എന്നുള്ള മീനിങ് നമ്മൾ പറയേണ്ടി വരും. ഫണ്ട് മീൻസ് ക്യാഷ് ഇൻ സിമ്പിൾ ടേംസ്. ഇൻ നാരോ സെൻസ് ഇറ്റ് മീൻസ് ക്യാഷ്. in broader concept, fund means total resources. In the context of fund flow analysis, while preparing fund flow statement, fund means working capital. ഓക്കെ, ഇതാണ് ഫണ്ടിൻ്റെ മീനിങ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഫണ്ട് എന്ന് വെച്ചാൽ ക്യാഷ് എന്ന് പറയാം, ടോട്ടൽ റിസോഴ്സസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഫണ്ട് ഫ്ലോ അനാലിസിസിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഫണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ടെൽസ് us ഫ്രം വെയർ ഫണ്ട്സ് ഹാവ് കം, എവിടെ നിന്ന് ഫണ്ട് വന്നു, അതുപോലെ തന്നെ എവിടെ നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ വന്നു, അതുപോലെ തന്നെ വേർ ഫണ്ട്സ് ഹാവ് ഗോൺ, എവിടേക്ക് അത് പോയി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫണ്ട് കിട്ടി, അത് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരികയാണ്. അക്കോർഡിംഗ് ടു ആൻ്റണി, ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ്സ് ദ സോഴ്സസ് ഫ്രം വിച്ച് അഡീഷണൽ ഫണ്ട്സ് വർ ഡിറൈവ്ഡ് ആൻഡ് ദ യൂസ് ടു വിച്ച് ദീസ് ഫണ്ട്സ് വർ പുട്ട്. എവിടേക്ക് ഉപയോഗിച്ചു, എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് നമുക്കിതിന് അറിയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുമ്പോൾ, ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതിന് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുക എന്നുള്ളൊരു പ്രാധാന്യം ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ ത്രോസ് ലൈറ്റ്സ് ഓൺ പെർപ്ലെക്സിങ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങളും അതിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടാകുമ്പോൾ
അതിലേക്ക് നമുക്ക് വെളിച്ചം വീശുക എന്ന് വെച്ചാൽ അത് സോൾവ് ചെയ്യാൻ പാകത്തിനുള്ള ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് പറ്റുന്നു അല്ലെങ്കിൽ കണ്ടെത്തി തരുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ഡിവിഡൻഡ് പോളിസി. ഡിവിഡൻഡ് പോളിസി എത്ര % കൊടുക്കണം, അത് എത്ര രൂപ കൊടുക്കണം, ആർക്കൊക്കെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റുന്നു. ആക്ട്സ് ആസ് എ ഫ്യൂച്ചർ ഗൈഡ്. നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു ഗൈഡായിട്ട് നമ്മളെ നയിക്കുന്ന ഒരാളായിട്ട് നമുക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഹെൽപ്സ് അപ്രൈസിങ് ദ യൂസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വിലയിരുത്താം, വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടെത്താം, അതെങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നു. ഹെൽപ്സ് ഇൻ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്തൊക്കെയാണോ അതിനെ നമുക്ക് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഹെൽപ്സ് ടു നോ ദ ക്രെഡിറ്റ് വർത്തിനെസ്. അതായത് സ്ഥാപനത്തിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾക്ക് കടം തരുന്നവർക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലിക്വിഡിറ്റിയും സോൾവൻസിയും ഒക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് ക്രെഡിറ്റ് നമുക്ക് ആർജിക്കാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിലൂടെ നമുക്ക് പറയാൻ. ദെൻ വെൻ ഫ്ലോ ഓഫ് ഫണ്ട്സ് ടേക്സ് പ്ലേസ്. എപ്പോഴൊക്കെയാണ് ഈ ഫണ്ടിൻ്റെ ഫ്ലോ മീൻസ് മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്, മൂവ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എപ്പോഴൊക്കെയാണ് ഈ ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്ലോ ഓഫ് ഫണ്ട്സ് ടേക്ക് പ്ലേസ് വെനെവർ എനി ട്രാൻസാക്ഷൻ ബ്രിങ്സ് ദ ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് എപ്പോഴൊക്കെ നടക്കുന്നു അവിടെയൊക്കെ നമുക്ക് ഫ്ലോ ഓഫ് ഫണ്ട് കാണാൻ പറ്റും. ഫ്ലോ എന്ന് വെച്ചാൽ മൂവ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നതൊക്കെ എന്തൊക്കെയോ അതിലൊക്കെ നമുക്ക് ഫ്ലോ ഓഫ് ഫണ്ട് കാണാൻ പറ്റും. ഇഫ് ദ ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ദ ഇൻക്രീസ് ഓഫ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇറ്റ് ഈസ് നോൺ ആസ് സോഴ്സസ് ഓഫ് ഫണ്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് സോഴ്സസ് ഓഫ് ഫണ്ട് കാണാൻ പറ്റും. ഇഫ് ദ ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇറ്റ് ഈസ് നോൺ ആസ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ്. വർക്കിംഗ് ക്യാപിറ്റൽ കുറയുന്ന അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ കഴിയുന്ന പ്രേരിപ്പിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും കാണാൻ പറ്റും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോഴ്സും വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ടു ഡിറ്റർമിൻ ആസ് ടു വെദർ എ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഹാസ് റിസൾട്ട് ഇൻ ദ ഫ്ലോ ഓഫ് ഫണ്ട്സ് ഓർ നോട്ട് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഷുഡ് ബി ഫോളോഡ്. അപ്പോൾ ഒരു പ്രത്യേക ട്രാൻസാക്ഷനിൽ ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സ്റ്റെപ്പുകളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് പാസ് ജേണൽ എൻട്രി ഫോർ ദ കൺസേൺഡ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജേണൽ എൻട്രി പാസ്സാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സപ്പോസ് ഡിവിഡൻഡ് പെയ്ഡ് വരുമ്പോൾ എന്തായിരിക്കും ഡിവിഡൻഡ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ. അതുപോലെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്തായിരിക്കും എൻ്റെ എൻട്രി ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ. ദെൻ ഇഷ്യൂ ഷെയർസ് വരുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ഓർ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇതാണ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോഴും അതിൻ്റെ പുറകിൽ വരുന്ന ജേണൽ എൻട്രീസ് ആദ്യം തന്നെ എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്. ദെൻ ക്ലാസിഫൈ ദ അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ടു കറണ്ട് ആൻഡ് നോൺ കറണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു എൻട്രി പറയുമ്പോൾ അതിലൊരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. ആ ഡെബിറ്റ് ആസ്പെക്റ്റിലും ക്രെഡിറ്റ് ആസ്പെക്റ്റിലും കറണ്ട് നോൺ കറണ്ട് ഐറ്റംസ് നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തണം. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഫിക്സഡ് അസറ്റ് ഫർണിച്ചർ വാങ്ങിച്ചു, പർച്ചേസർ ഫർണിച്ചർ എമൗണ്ട് അവിടെ നിൽക്കട്ടെ, പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഫർണിച്ചർ വാങ്ങിച്ചു എന്താ എൻട്രി വരിക ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ആ ഡെബിറ്റ് ആസ്പെക്റ്റ് ഫർണിച്ചറും ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ടാണ്. അത് നമ്മൾ തിരിച്ച് ക്ലാസിഫൈ ചെയ്യുക, തരംതിരിക്കുക എന്ന് വെച്ചാൽ ഈ കറണ്ട് ഐറ്റം ആണോ നോൺ കറണ്ട് ഐറ്റം ആണോ. ഇപ്പോൾ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് കറണ്ട് ഐറ്റം അല്ല നോൺ കറണ്ട് ആണോ, അത് കറണ്ട് അസറ്റ് ആണോ നോൺ കറണ്ട് അസറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താ, കറണ്ട് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 year. വിത്തിൻ്റെ ഷോർട്ട് പീരീഡ് എന്ന് പറയാം, വിത്തിൻ 1 year. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയും. ഇനി നോൺ കറണ്ട് അസറ്റ് എന്ന് വെച്ചാൽ വിച്ച് ആർ ദ ഫിക്സഡ് അസറ്റ്സ് ആർ ദോസ് അസറ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ നമ്പർ ഓഫ് ഇയേഴ്സ്. Those expenses which are incurred for purchasing fixed assets, it is not as a capital expenditure, that is a non-current asset. അപ്പോൾ ഫർണിച്ചർ എന്നുള്ളത് ഒരു നോൺ കറൻറ്റും ആണ്, ക്യാഷ് എന്നുള്ളത് ക്രെഡിറ്റിൽ വന്നൊരു ക്യാഷ് എന്നുള്ളത് കറൻറ്റും ആണ്. ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ. അപ്പോൾ കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് അസറ്റ്സും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഏതായാലും ഇപ്പോൾ ഇഷ്യൂ ഷെയർസ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, ക്യാഷ് കറണ്ടാണ്, ഷെയർ ക്യാപിറ്റൽ നോൺ കറണ്ടാണ്. ഇതാണ് ക്ലാസിഫൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആദ്യം ജേണൽ എൻട്രീസ് എഴുതുക, ദെൻ അതിനുശേഷം അത് ക്ലാസിഫൈ ചെയ്യുക, ദെൻ ഡിറ്റർമിൻ വെദർ ദർ ഈസ് എ ഫ്ലോ ഓഫ് ഫണ്ട് ഓർ നോട്ട് ആസ് ഫോളോസ്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൽ ഫ്ലോ ഓഫ് ഫണ്ട്സ് നമുക്ക് ഉണ്ടോയെന്ന് അറിയണം.
ഫ്ലോ ഫണ്ട്സ്. ഇഫ് ഓൾ ദ അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ദ ട്രാൻസാക്ഷൻ ആർ കറണ്ട്. ഇപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും കറണ്ട് ഐറ്റം തന്നെയാണെങ്കിൽ ദർ ഇസ് നോ ഫ്ലോ ഫണ്ട്. അത് അങ്ങനെയാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. ഇഫ് ഓൾ ദ അക്കൗണ്ട്സ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ പറയുക, സാലറി പെയ്ഡ് അല്ലെങ്കിൽ വേറെ ഡിവിഡൻറ്റ് പെയ്ഡ്, ഓക്കെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഡിവിഡൻറ്റ് പെയ്ഡ്, ഡിവിഡൻറ്റ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്, പ്രപ്പോസഡ് ഡിവിഡൻറ്റ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്, പ്രപ്പോസഡ് ടു കറണ്ട് ലൈറ്റിയാണ്, ക്യാഷ് കറണ്ട് അസറ്റാണ്, രണ്ടും കറണ്ട് ആണ്, ഡെബിറ്റും ക്രെഡിറ്റും കറണ്ട് ഐറ്റം തന്നെ വരുന്നു. ഓക്കെ, കറണ്ട് അസറ്റ് വെദർ ദർ ഈസ് കറണ്ട് അസറ്റ് ഓർ കറണ്ട് ലൈറ്റി, കറണ്ട് നേച്ചറിലുള്ളൊരു ഐറ്റം ആണെങ്കിൽ ദർ ഇസ് നോ ഫ്ലോ ഫണ്ട്. ഓക്കെ, ഇഫ് ഓൾ ദ അക്കൗണ്ട്സ് ആർ ഇൻവോൾവ് ഇൻ ദ ട്രാൻസാക്ഷൻ ആർ നോൺ കറണ്ട്, അത് നോൺ കറണ്ട് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫിക്സഡ് അസറ്റ് വാങ്ങുന്നു, ഷെയർ ഇഷ്യൂ ചെയ്ത് ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ എന്താ എൻട്രി വരിക, ഫിക്സഡ് അസറ്റ് ഒക്കെ ഇപ്പോൾ ലാൻഡാണ് വാങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബിൽഡിംഗ് ആണ് വാങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ മെഷീനറി ആണ് വാങ്ങുന്നതെങ്കിൽ മെഷീനറി അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ് എൻട്രി വരിക. അപ്പോൾ മെഷീനറി എന്നുള്ളത് നോൺ കറണ്ട് ആണ്, ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത് നോൺ കറണ്ട് ആണ്. അപ്പോൾ രണ്ടും നോൺ കറണ്ട് ആയിട്ടാണ് വരുന്നത്. ദർ ഇസ് നോ ഫ്ലോ ഫണ്ട്. അപ്പോൾ രണ്ടും ഡെബിറ്റും ക്രെഡിറ്റും കറണ്ട് ഐറ്റം വന്നാലും ഡെബിറ്റും ക്രെഡിറ്റും നോൺ കറണ്ട് ഐറ്റം വന്നാലും അതിന് നമ്മൾ എന്ത് മനസ്സിലാക്കണം, ദർ ഇസ് നോ ഫ്ലോ ഫണ്ട്, ദർ ഇസ് നോ മൂവ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇഫ് വൺ ഓഫ് ദ അക്കൗണ്ട്സ് ഇൻവോൾവ് ദ കറണ്ട് ആൻഡ് അനദർ നോൺ കറണ്ട്, അതായത് ഈ പറഞ്ഞ ഒരു എൻട്രിയിൽ ഡെബിറ്റ് ആസ്പെക്റ്റ് കറണ്ടും ക്രെഡിറ്റ് ആസ്പെക്റ്റ് നോൺ കറണ്ടും, അല്ലെങ്കിൽ ഡെബിറ്റ് ആസ്പെക്റ്റ് നോൺ കറണ്ടും ക്രെഡിറ്റ് ആസ്പെക്റ്റ് കറണ്ടും വരികയാണെങ്കിൽ ദർ ഈസ് ഫ്ലോ ഫണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയണം, സെയിൽ ഓഫ് ഫർണിച്ചർ വിൽക്കുന്നു, ഫർണിച്ചർ വിൽക്കുമ്പോൾ അത് ക്യാഷിനാണ് വിൽക്കുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ടു ഫർണിച്ചർ, ക്യാഷ് ഈസ് എ കറണ്ട് അസറ്റ്, ഫർണിച്ചർ ഈസ് എ നോൺ കറണ്ട് അസറ്റ്. ഓക്കെ, അപ്പോൾ ദർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട്, ദർ ഇസ് മൂവ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയാം, ഇഷ്യൂ ഷെയർസ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷ് അക്കൗണ്ടറ്റർ ഓർ ബാങ്ക് അക്കൗണ്ടറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് കറണ്ട് ഐറ്റം ആണ്, ഷെയർ ക്യാപിറ്റൽ നോൺ കറണ്ട് ആണ്, ക്യാഷ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ എന്താണ് വരിക, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്, ഡിബഞ്ചേഴ്സ് നോൺ കറണ്ട് ആണ്, ക്യാഷ് കറണ്ട് ആണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാവും, ദർ ഈസ് ഫ്ലോ ഫണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് 3 തരത്തിലുള്ള അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന കാര്യം, രണ്ടും നോൺ കറണ്ട് വരാം, രണ്ടും കറണ്ട് വരാം, ഒന്ന് കറണ്ടും ഒന്ന് നോൺ കറണ്ട് വരാം. അപ്പോൾ രണ്ടും കറണ്ട് വന്നാലും രണ്ടും നോൺ കറണ്ട് വന്നാലും അതിന് നമ്മൾ ഫ്ലോ ഫണ്ടില്ല, ദർ ഇസ് നോ ഫ്ലോ ഫണ്ട്, ദർ ഇസ് നോ ഫ്ലോ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് മനസ്സിലാക്കുക. ഒരെണ്ണം കറണ്ടും ഒരെണ്ണം നോൺ കറണ്ട്, അത് ഡെബിറ്റ് തന്നെ വരണമെന്നില്ല, ഡെബിറ്റ് കറണ്ട് ആണെങ്കിൽ ക്രെഡിറ്റ് നോൺ കറണ്ട് ആയിരിക്കണം, ഡെബിറ്റ് നോൺ കറണ്ട് ആണെങ്കിൽ ക്രെഡിറ്റ് കറണ്ട് ആയിരിക്കണം. ഇതേ നിയമമുള്ളവിടെ. അപ്പോൾ ഓപ്പോസിറ്റ് ഐറ്റംസ് ആയിട്ട് വരുന്ന ഡെബിറ്റോ ക്രെഡിറ്റോ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ദർ ഈസ് എ ഫ്ലോ ഫണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.